അബ്രാം ഖുറേഷി അബ്രാം. ഇന്നിങ്ങനെ ഒരു ദിവസം വരാനായിട്ട് നിങ്ങൾ ശരിക്കും ആഗ്രഹിച്ചിട്ടില്ലേ? ലാലേട്ടൻ ഫാനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ലാലേട്ടൻ്റെ ഒരു വലിയൊരു സിനിമ, അത് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് മാറുന്ന എമ്പുരാൻ പോലത്തെ ഒരു പടം, അത് ഇമ്മാതിരി ഒരു ടീസർ തന്നെ ഇറക്കി വിടണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടില്ലേ? സത്യസന്ധമായിട്ട് ഞാൻ ഒരു മിനിറ്റിനുള്ളിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലാലേട്ടൻ്റെ സിനിമകളൊന്നും എനിക്ക് പൂർണ്ണ തൃപ്തി തന്നായിരുന്നില്ല. പല സിനിമകൾ കാണുന്ന സമയത്തും എനിക്ക് അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളെ ആ ഒരു ലെവൽ കീപ്പ് ചെയ്തിട്ട് ഇപ്പോഴത്തെ സിനിമകൾ കാണുമ്പോൾ എന്നിലുള്ളിലുള്ള ഒരു ഫാൻ ഒട്ടും തൃപ്തനായിരുന്നില്ല ലാലേട്ടൻ്റെ പല സിനിമകളിലും. പക്ഷേ ഇന്ന് വന്നേക്കുന്ന ടീസർ കണ്ടേക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായി എന്ന് പറഞ്ഞാൽ അത്രയധികം സന്തോഷമായി. കാരണം നീണ്ട നാളുകൾക്ക് ശേഷം നമ്മൾ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന പോലെ തിയേറ്ററിൽ ആർപ്പ് വിളികളോട് കൂടിയിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയിട്ട് അങ്ങ് തിമിർത്താടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിനിമയായിരിക്കുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു ടീസറാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ടീസറെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ അങ്ങ് റിവീൽ ചെയ്യാൻ പോകുന്നത്. സ്റ്റീഫൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല സർ, കുറച്ച് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇലുമിനാറ്റിയുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സിനിമയുടെ ആസ്വാദനത്തിന് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം തന്നെയായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേയ്സ് വീഡിയോ. ഇന്ന് എമ്പുരാൻ സിനിമയുടെ ടീസർ വന്നേക്കാണ്. ടീസർ ലോഞ്ചിനായിട്ട് ഞാൻ തന്നെ പറഞ്ഞായിരുന്നു, ഇന്ന് 5 മണിയോട് കൂടിയിട്ട് ടീസർ ലോഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. മമ്മൂക്കൊക്കെ വന്നായിരുന്ന ഒരു വലിയൊരു പരിപാടി തന്നെയായിരുന്നു. ടീസറിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടീസർ 7/7 തന്നെ കൃത്യമായിട്ട് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അത് അവരുടെ ആ ഒരു ടൈം, ആ ഒരു പെർഫെക്ഷൻ നമ്മൾ മനസ്സിലാക്കണം. കാരണം പല സിനിമകളുടെയും അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പറയും ഇന്ന സമയത്തിനുള്ളിൽ വരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഡിലേ ആയിട്ട് പോകാറുണ്ട്, പ്രത്യേകിച്ച് ഇത്ര വലിയ ഗ്രാൻഡ്യൂർ ആയിട്ടുള്ള ഒരു പരിപാടി നടത്തുന്ന സമയത്ത്. പക്ഷേ പൃഥ്വിരാജിൻ്റെ ആ ഒരു ടൈമിങ് 1 മിനിറ്റ് പോലും വൈകിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. 7/7 തന്നെ കൃത്യമായിട്ട് ടീസർ പുറത്തു വന്നിട്ടുണ്ട്. സോ ടീസറിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ നല്ല സമയം എടുത്തിട്ടാണ് ഈ ഒരു ടീസറിനെ കുറിച്ച് പറയുള്ളൂ. കാരണം എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഒരു ഫാൻ അത്രയധികം ക്രേവിംഗ് ആണ് ഇങ്ങനെ ഒരു പടം കിട്ടാനായിട്ട്. ഈ സിനിമയുടെ പല ഭാഗങ്ങളും കാണിച്ചേക്കുന്ന ഷോട്ടുകൾ എന്ന് പറയുന്നത് ബാക്ക് ഷോട്ടുകളാണ്. മഞ്ജു വാര്യറിനാണെങ്കിലും ടൊവിനോ തോമസിനെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലാലേട്ട കഥാപാത്രത്തിനാണെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷോട്ടുകൾ എന്ന് പറയുന്നത് ബാക്ക് ഷോട്ടുകളാണ്. ലൂസിഫർ സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് യൂസ് ചെയ്തിരിക്കുന്ന ഷോട്ടുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബാക്ക് ഷോട്ടുകളാണ്. ഇതൊരു ട്രേഡ് മാർക്ക് നമ്മൾ വേണമെങ്കിൽ പറയാം. അതായത് ലൂസിഫറിനകത്ത് പൊതുവേ ഈ ഒരു ഫ്രാഞ്ചൈസിക്കകത്ത് മൊത്തമായിട്ട് അവർ കാണിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ബാക്ക് ഷോട്ടുകളിലൂടെയാണ്. സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിനകത്ത് തന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്ലീസ് സെലക്ട് യുവർ പ്രിഫേർഡ് ലാംഗ്വേജ്. ഇഷ്ടമുള്ള ലാംഗ്വേജിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വരാൻ പോകുന്ന സിനിമയാണ്. ഈ ലാംഗ്വേജിൻ്റെ എല്ല് പോലും അവിടെ ലൂസിഫറിൻ്റെ എല്ലാണ് കൃത്യമായിട്ട് റെഡായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ കാണിക്കുന്ന ഷോട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയൊരു ഷോട്ടായിരുന്നു. നോർത്തേൺ ഇറാഖ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്ന ഈ ഒരു ഷോട്ട് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തേക്കുന്ന ഒരു ഷോട്ടാണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റും. ക്യാമറ യൂസ് ചെയ്തേക്കുന്ന ഏതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അനോമർഫിക് ലെൻസുകളാണ് യൂസ് ചെയ്തേക്കുന്നൊരു കാര്യം മുന്നേ തന്നെ പറഞ്ഞായിരുന്നു. വൈഡ് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഒരു ഗംഭീര എക്സ്പീരിയൻസ്, ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടാന്നുള്ളൊരു കാര്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കിഡിലൻ ഷോട്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഇറാഖ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലത്തെ ഒരു സ്ഥലമാണ്. കാരണം ഈ 2 സ്ഥലങ്ങളിലും ഈ അബ്രാം ഖുറേഷിയുടെ പ്രസൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം ലൂസിഫർ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു. സോ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് നോർത്തേൺ ഇറാഖാണ്. ഇറാഖിലുള്ള ഒരു സീനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടെല്ലാം ചിന്നിച്ചിത്രി കിടക്കാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെത്ത് ടു ഇവിൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ കാണിച്ചു പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഷോട്ടുകളാണ്. ലൂസിഫറിൽ കാണിച്ചിരിക്കുന്ന ടൊവിനോ തോമസ് ഇവിടെ നിൽക്കുന്ന ഷോട്ട് കാണിക്കുന്നുണ്ട്. ചീഫ് മിനിസ്റ്റർ ആയിട്ട് മഞ്ജു വാര്യരോട് നിൽക്കുന്ന ഷോട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിച്ചു പോകുന്ന ഒരു സീക്വൻസിൽ നിന്ന് പിന്നെയാണ് വീണ്ടും നമ്മുടെ ഇറാഖിലുള്ള ഷോട്ടിലോട്ട് ഈ പരിപാടികൾ മാറുന്നത്. പടത്തിന്റെ ട്രാക്ക് മാറുന്നത് ശരിക്കും ഇവിടെയാണ്. ഹീ ലീഡ്സ് എ മോസ്റ്റ് പവർഫുൾ മേഴ്സണറി ഹിറ്റ് ഗ്രൂപ്പ് ഇൻ ഏഷ്യ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മേഴ്സണറി ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന ഒരാളെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ ഒരു മേഴ്സണറി ഗ്രൂപ്പ് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, പൈസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് സോൾജേഴ്സിനെ ഹയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയല്ല, പുറം രാജ്യങ്ങളൊക്കെ അത് വളരെ കോമൺ ആണ്. ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ സോൾജേഴ്സിനെ കാശുള്ള ആൾക്കാർ ഹയർ ചെയ്തിട്ട് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അവർ ഫുള്ളി ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരിക്കും, ഫുള്ളി ട്രെയിൻഡ് ആയിട്ടുള്ള സോൾജേഴ്സ് ആയിരിക്കും. അത്തരത്തിലുള്ള സോൾജേഴ്സിനെ ലീഡ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു നെക്സസ് ആണ് ബേസിക്കലി ഈ അബ്രാം ഖുറേഷി എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. അതായത് തീയും വെടിയും പുകയൊക്കെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. ഈ സിനിമയിൽ കാണിക്കുന്ന ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ ഷോട്ടിനകത്ത് തന്നെ ഒരുപാടധികം സോൾജേഴ്സ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തമ്മിലല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ടീസർ മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം സോൾജേഴ്സ് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഒരു ഡയലോഗ് പറയുന്നത്. അതായത് ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ഒരു നെക്സസും അതുപോലെ തന്നെ കബൂങ്ക എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ മുമ്പേ തന്നെ കേട്ടിട്ടുണ്ടാവും. ലൂസിഫർ സിനിമയുടെ അവസാന ഭാഗത്ത് ആ ഒരു ഡയലോഗിനകത്ത് തന്നെ കബൂങ്ക എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നതായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ओसामा का बेटा है, कबूका है, दाऊद है, कौन है तू बोल? अब्राम ഖുറേഷി
Abraham. അതായത് കബൂക്ക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇൻഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടൽ തന്നെയാണ്, ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് പോലത്തെ ഒരു സംഘടനയാണ്. അവരുടെ ഒപ്പം തന്നെ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ഒരു ഇൻഫേമസ് നെക്സസിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് ഒരു സൈഡിൽ തന്നെ ഉണ്ടെന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇത് പറയുന്നത് സോൾജേഴ്സ് ആണ്. സോൾജേഴ്സ് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് അമേരിക്കൻ പട്ടാളം ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇറാഖ് പോലുള്ള രാജ്യത്ത് ഈ അമേരിക്കയുടെ പ്രസൻസ് വളരെ ശക്തമായിട്ടുള്ളൊരു കാര്യം നമുക്ക് ന്യൂസിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അവർ ടാർഗറ്റ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഖുറേഷി അബ്രഹാം എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന് ശേഷമാണ് മോനെ നമ്മുടെ ലാലേട്ടൻ്റെ എൻട്രി. മോനെ ശരിക്കും ഈ സലാർ പടത്തിൽ പൃഥ്വിരാജ് അഭിനയിക്കാനായിട്ട് പോയത് എന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് പടം ഹിറ്റാണോ ഫ്ലോപ്പാണോ വാട്ടെവർ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ ബിസിനസ്. പക്ഷേ പൃഥ്വിരാജ് ആ പടത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ശരിക്കും പഠിച്ചെടുത്തെന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറ്റും. കാരണം ഇതിനകത്തുള്ള പല സീക്വൻസുകൾ കാണുമ്പോൾ ഒരു KGF വൈബൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. KGF വൈബും സലാർ വൈബൊക്കെ എവിടേക്കോ ഫീൽ ചെയ്യുന്നുണ്ട്. ആ സിനിമാറ്റോഗ്രാഫി അതിൻ്റെ രീതികളുടെയൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു ഷോട്ടിനകത്താണ് അടുത്ത ഷോട്ടിൽ ഹെലികോപ്റ്ററിൽ നിന്ന് നമ്മളുടെ സ്റ്റീഫൻ നെടുമ്പള്ളി AKA ഖുറേഷി അബ്രഹാം പുറത്തേക്ക് വരുന്നത്. എൻ്റെ പൊന്നെ, ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിന് ഇവൻ ഇബ്ലീസ്, ക്രിസ്ത്യാനികൾക്ക് ഇവൻ ഒറ്റ പേരേ ഉള്ളൂ, ലൂസിഫർ. ആ മോതിരം കാണിക്കുന്ന ഷോട്ട് തൊട്ട് തന്നെ ഒരു ട്രൂലി ഒരു ഫാൻ മെയ്ഡ് സാധനമാണ് ഇവിടെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് പണി വെച്ചേക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആ സിക്കാഡ എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ, അതായത് ഇല്ലുമിനാറ്റുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ആ ഒരു സിമ്പിളിൻ്റെ ഒരു മോതിരം തന്നെ കാണിച്ചുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഷോട്ട് കാണുന്ന സമയത്ത് മോനെ സോൾജേഴ്സുമായിട്ട് വരുന്ന ഒരു ഷോട്ട് കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അമൽ നീരദിന്റെ സാഗർ ഏലിയസ് ജാക്കി എന്ന് പറയുന്ന സിനിമയിൽ, റീലോഡഡ് എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഷോട്ട് ഉണ്ട്, ഒരു മരുഭൂമിയുടെ നടുക്ക് വെച്ച്. അതുപോലത്തെ ഒരു വരവ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ആകെയുള്ള വ്യത്യാസം താടി വെച്ചേക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല രസമായിട്ടുള്ളൊരു അടിപൊളി ഇൻട്രൊഡക്ഷൻ തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഇറാഖ് മൊത്തമായിട്ട് തകർന്നേക്കുന്ന ഒരു അവസ്ഥയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇതിനൊക്കെ റീസ്റ്റോർ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കാം, അതിൻ്റെ ഒരു ടീം ആയിരിക്കാം എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രാജ്യം മൊത്തത്തിൽ ഭരിച്ചു പോകുന്ന ഒരു ടീമാണ് ഇവരെന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറ്റും. ഇതിനകത്ത് കാണിക്കുന്ന ഓരോ ടൈറ്റിൽ കാർഡുകളും, ലൈക്ക് ടൈറ്റിൽ കാർഡല്ല നെയിം കാർഡുകൾ കാണിക്കുന്ന സമയത്ത്, പ്രൊഡ്യൂസ്ഡ് ബൈ, ഡയറക്റ്റഡ് ബൈ എന്നൊക്കെ കാണിക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും സിംബലൈസ് ചെയ്യുന്നത് ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് തന്നെയാണ്. ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഇൻഫേമസ് ആയിട്ടുള്ള നെക്സസ് ആണ്. ഒരു സോൾജേഴ്സ്, ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിനെ ലീഡ് ചെയ്യുന്ന ഒരാളാണ്. ഇറാഖുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്. സോ ഇയാളുടെ എതിരാളികൾ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തുള്ള കബൂങ്ക ഗ്യാങ് എന്ന് പറയുന്നത് ഇയാളുടെ കൂടെയുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നിൽക്കുന്ന ആളായിരിക്കാം. ഇവിടെ ഈ സോൾജേഴ്സ് എല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് തന്നെയാണ്. ഇവിടെ നിന്ന് സോൾജേഴ്സ് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോൾജേഴ്സ് ഇദ്ദേഹത്തിനെ ഫയർ ചെയ്ത് വീഴ്ത്താനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ കുറേ നാളുകളായിട്ട് ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് അവർ തെരഞ്ഞു നിൽക്കുന്നുണ്ടാവാം. മുകളിൽ നിന്ന് ഒരാൾ താഴ്ത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മിക്കവാറും പൃഥ്വിരാജിന്റെ കഥാപാത്രമായിരിക്കാം. കാരണം അറിയാലോ, റൈറ്റ് ഹാൻഡ് എടുക്കുന്ന കഥാപാത്രമാണ്. ആൻഡ് തിരിച്ച് ലാലേട്ടൻ്റെ കഥാപാത്രം ഗൺ വെച്ചുകൊണ്ട് ഇങ്ങനെ ഫയർ ചെയ്യുന്ന ഒരു ഷോട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സിനിമയിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ആ ഒരു ക്യാരക്ടറിന് വലിപ്പം കൃത്യമായിട്ട് കാണിക്കുന്ന തരത്തിൽ ബഡ്ജറ്റിനൊന്നും ഒരു കോൺസ്റ്റൻസും വെക്കാണ്ട് തന്നെ എല്ലാം തകർന്ന് തരിപ്പടാക്കുന്ന രീതിക്കുള്ള ഒരു കഥാപാത്രമാണ് ഈ ഖുറേഷി അബ്രഹാം ഗ്യാങ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നത്. ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ടീസർ ഇവർ ഫിനിഷ് ചെയ്യുന്നത്. ആൻഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പരിപാടികൾ, ഹെലികോപ്റ്റർ രംഗങ്ങളൊക്കെ നമ്മൾ ആ പോസ്റ്ററിനകത്ത് കണ്ടേക്കുന്ന പോലെ തന്നെ സംഭവങ്ങളാണ് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ലേറ്റസ്റ്റ് മോഡൽ ഗൺസ് മറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്തുള്ള പരിപാടികൾ. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് സയ്യിദ് മസൂദായിട്ട് വരുന്ന റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്ന കഥാപാത്രത്തിനോടല്ല, ബേസിക്കലി പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനോടാണ്. കാരണം നീണ്ട നാളുകൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു പടം, ഒരുപാട് പടങ്ങൾ ഒന്നും ആവാത്ത രീതിക്ക് വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയിക്കുന്ന സമയത്ത് ഒരു വലിയൊരു സ്റ്റാറിൻ്റെ ഒരു കംബാക്ക് ആഗ്രഹിക്കുന്ന ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആഗ്രഹം നിറവേറ്റാനായിട്ട് പറ്റുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ അതിന് ഇപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിക്കാണ് ശരിക്കും പൃഥ്വിരാജ്. എനിക്ക് ആ ആംഗിളിലാണ് അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തോന്നുന്നത്. എനിവേസ് 5 ലാംഗ്വേജുകളിലാണ് ഈ സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നത്. സിനിമ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് സിനിമയുടെ ഒരു ചെറിയ ടീസർ കാണുന്ന സമയത്ത് തന്നെ തോന്നുന്നത്. പറഞ്ഞേക്കുന്ന പോലെ ഒരു ചെറിയ സിനിമ തന്നെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ ഹൈപ്പ് കുറച്ചും കൂടി പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത്, പ്രൊമോഷനൊന്നും വേണ്ട, ഒന്നും വേണ്ട, സംഭവം ഈ ലെവലിൽ ശരിക്കും തിയേറ്ററിൽ ഈ ഒരു സ്റ്റഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഐ മീൻ ഇതിലും ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് മലയാളത്തിലെ അടുത്ത ബെഞ്ച് മാർക്ക് ആയിരിക്കും. അറിയാലോ, കയ്യിലിരിക്കുന്നത് മലയാളത്തിലെ തന്നെ ഏറ്റവും മോസ്റ്റ് വാല്യൂഡ്, ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഇദ്ദേഹത്തിനെ വ്യക്തമായിട്ട് യൂസ് ചെയ്തേക്കുന്ന, ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്തേക്കുന്ന ഡയറക്ടേഴ്സിനൊക്കെ കിട്ടിയിരിക്കുന്നത് അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സിനിമകളാണ്. ഏറ്റവും കളക്റ്റഡ് ആയിട്ടുള്ള സിനിമയും ഏറ്റവും ബെസ്റ്റ് സിനിമകളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് ഇങ്ങനെ ഒരു സിനിമ അദ്ദേഹത്തിന് വെച്ചുകൊണ്ട് തന്നെ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. സോ നല്ലൊരു സിനിമയായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ ഈ കൈനീട്ടി സ്വീകരിക്കുന്നുള്ളൊരു കാര്യം ഈ ഒരു കമൻറ്റ് ബോക്സ് തന്നെ നമുക്ക് സാക്ഷിയാണ്. കാരണം നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഒരൊറ്റ ചോദ്യം. നിങ്ങളൊരു ലാലേട്ടൻ ഫാൻ ആണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ വരുന്ന കമൻറ്റ് എന്താണെന്നുള്ളൊരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമ ഏറ്റവും നന്നായിട്ട് എടുത്തു വയ്ക്കാനായിട്ട്, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ദിസ് വിൽ ബി അനദർ KGF ഓഫ് മലയാളം എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറ്റും. എനിവേസ്
കണ്ടറിയാം എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന്. ടീസർ 2 മിനിറ്റ് 22 സെക്കൻഡ് ടീസറിനകത്ത് ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു ടീസർ തന്നെ കിട്ടി. ഇനിയും നല്ലൊരു സിനിമയായിട്ട് മാറുമെന്നുള്ളൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തിനാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് ഈ ടീസറിനെ കുറിച്ച്? നല്ലൊരു ടീസറായിട്ട് തോന്നിയോ? ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ആ ഒരു ഇൻഫേമസ് നെക്സസ് തിയേറ്ററിൽ ഒരു പൊളി പൊളിക്കും. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ റാൾസ് വാസസ് സൈനിങ് ഔട്ട്. ബൈ.